ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ക്രാബ് ഷെല്ല് യൂസ് ചെയ്തിട്ട് ക്യൂട്ടായിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ക്രാബ് ഷെല്ല് മാത്രമല്ല വേണ്ടത്, ഇതുപോലെ കട്ടി കുറഞ്ഞിട്ടുള്ളൊരു കാർഡ്ബോർഡ് പീസ് കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ പോപ്പീസിൻ്റെ ആ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഏറ്റവും ചെറിയ സൈസിലുള്ള ക്രാബ് ഷെല്ലാണ്. അത് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിക്കുക. സെക്കൻഡ് ലെയറിൽ സെയിം സൈസിലുള്ള 2 ക്രാബ് ഷെൽസ് ഒട്ടിക്കുക. തേർഡ് ലെയറിൽ ഏറ്റവും വലിയ സൈസിലുള്ള 3 ക്രാബ് ഷെൽസ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇനി പെയിൻറ്റിങ് പ്രോസസ്സാണ്. ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കോട്ട് പെയിൻറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ഓലയാണ്. അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവി ബോണ്ടാണ്. ഇനി നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു മിഠായി കടലാസ് കേട്ടോ. ഈ ഒരു മിഠായി കടലാസിന് ഞാൻ ഒരു സ്റ്റാർ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോ പാർട്ട് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഒട്ടിക്കാനാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് പിന്നീട് തോന്നിയത് ആ ഒരു സിൽവർ കളർ ഒട്ടിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ സിൽവർ കളർ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന് ബ്രൗൺ കളർ ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു കോട്ട് പെയിൻറ്റ് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ആ ഒരു ഓലയുടെ കളറ് ഉണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് കുറച്ച് ലൈറ്റ് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഓറഞ്ച്, മജന്ത, ലെമൺ യെല്ലോ കളേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്രാബ് ഷെല്ലിൻ്റെ താഴെ പോർഷനിൽ ഇതുപോലെ വൈറ്റ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് നല്ലൊരു സ്നോ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് തികച്ചും ഓപ്ഷനാണ്, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാറിന് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളറിലുള്ള 3D ഔട്ട്ലൈനറാണ് കേട്ടോ. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഗ്ലാസ് കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ റെഡ് കളറിലുള്ള ഗ്ലാസ് കളറാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ക്രാബ് ഷെൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിട്ട് കേടുകൂടാതിരിക്കാനായിട്ട് മസ്റ്റായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്യുക. ഇത് കൂടാതെ ക്രിസ്മസ് സീരീസിൽ വേറെ 2 ക്രാഫ്റ്റ് കൂടി ക്രാബ് ഷെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.